ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് കുറച്ച് അരിപ്പൊടി വെച്ചിട്ട് നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലാതെ രാത്രി ഡിന്നറൊക്കെ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന എന്നാൽ കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാനും പറ്റുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഇതുവരെ ഇത് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പം നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഒരു ചെറിയൊരു സവാള ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ടിച്ചെടുക്കാം കേട്ടോ. ചെറുത് മതിയായിട്ട് നമ്മളിപ്പോൾ ഒരു 3/4 കപ്പ് അരിപ്പൊടി വെച്ചിട്ടാട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു സവാള മാത്രം മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയൊരു പീസ് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇനി എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് നിങ്ങൾക്ക് എത്ര വേണമെന്നുള്ളത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി പച്ചമുളക് ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്കൊരു 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പച്ചമുളകിന് വരെ നമുക്ക് ചുവന്ന മുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ വറ്റൽ മുളകില്ലേ, ചുവന്ന മുളക്, അത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ മല്ലിയില ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങയാണ്. അപ്പോൾ ഒരു വലിയൊരു ടേബിൾ സ്പൂണ് നമ്മളിത് ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങയും ഇട്ട് കൊടുത്തിട്ട് വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പം വെള്ളം ചേർക്കാനേ പാടില്ല കേട്ടോ. വെള്ളം ചേർത്തിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കണ്ട. നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ഒന്ന് നന്നായിട്ട് ഈ ഒരു ഉള്ളിയുടെ വെള്ളത്തിലൊന്ന് അരച്ചെടുത്താൽ മതി കേട്ടോ. ഇതുപോലൊന്ന് അരച്ചിട്ട് എടുത്താൽ മതിയേ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് അരിപ്പൊടി ചേർത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ള അരിപ്പൊടി നമ്മൾ സാധാരണ പത്തിരിയും ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു അരിപ്പൊടിയാട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെ കയ്യിൽ ഏത് തരം അരിപ്പൊടിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. വറുത്തതാണെങ്കിലും വറുക്കാത്തതാണെങ്കിലും ഒന്നും കുഴപ്പമില്ല കേട്ടോ. അത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ചെയ്യാൻ വേണ്ടി പറ്റുമേ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത് ഉപ്പാട്ടോ. നമ്മൾ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ സാൾട്ടും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പം നമ്മൾ സാധാരണ പത്തിരിയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന പോലെ ടൈറ്റായിട്ടില്ല കേട്ടോ നമ്മൾ ഈ ഒരു മാവ് റെഡിയാക്കിയെടുക്കുന്നത്. ആദ്യം നമുക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് എടുക്കുക. എന്നിട്ട് ഒരു ലൂസായിട്ടുള്ളൊരു പരുവത്തിലാട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. നന്നായിട്ട് കൈ വെച്ചിട്ട് ആദ്യം ഇങ്ങനെ മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് സ്പൂൺ വെച്ചും കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ സ്പൂൺ വെച്ചിട്ട് മിക്സ് ആക്കി എടുക്കണ്ട. ഇത് ചെറുതായിട്ട് കട്ടയൊക്കെ കെട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതിന് ഇതുപോലെ ഒന്ന് കൈ വെച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ചുകൂടി വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. ഈ ഒരു പരുവത്തിൽ ആദ്യം ഇതിങ്ങനെ ആക്കിയെടുക്കാം. അപ്പോൾ ഇനി നമ്മളിതിലേക്ക് വീണ്ടും ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പം നമ്മൾ ദോശമാവിൻ്റെ ആ ഒരു പരുവത്തിൽ ആക്കണ്ട കേട്ടോ. അത്ര ലൂസ് ആവശ്യമില്ല. കുറച്ചൊരു ടൈറ്റിൽ വേണം നമ്മളിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് നമ്മൾ മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ ഒന്ന് കറക്റ്റാണോ എന്ന് നോക്കുക. അപ്പോൾ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിത് ഇപ്പം തന്നെ അങ്ങ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുമേ. നമ്മളിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നൊക്കെ വെളിച്ചെണ്ണ വേണ്ട ഓയിൽ മതി എന്നാണെങ്കിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഗീലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഇപ്പോൾ ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് 1 സ്പൂൺ മാവ് എടുത്തിട്ട് ഇതുപോലെ ഇതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പാന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ആദ്യം ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് പാൻ ഒന്ന് ചൂടാക്കിയിട്ടെടുക്കുക. അതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഇതിൻ്റെ മുകളിലേക്ക് മാവങ്ങ് ഒഴിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് പരത്തിയെടുക്കുക കേട്ടോ. നമ്മൾ ദോശയൊക്കെ ചുട്ടെടുക്കുമ്പോൾ ചെയ്യൂലേ, അതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ ഇത് കുറച്ച് ടൈറ്റുള്ള മാവായത് കൊണ്ട് തന്നെ നമുക്കിങ്ങനെ പരത്തിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഉണ്ടാകാൻ. അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ട് മെല്ലെ മെല്ലെ ഇതുപോലെ ഇങ്ങനെ ഒന്ന് റൗണ്ടാക്കിയിട്ട് എടുത്താൽ മതിയേ. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്തിന് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. എന്നിട്ട് നമുക്ക് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ആറി വരട്ടെ. ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് തുറന്ന് നോക്കിയിട്ട് വീണ്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഫുൾ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം നന്നായിട്ടൊന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ആ ഒരു ഭാഗം കൂടി ഒന്ന് കളർന്ന് മാറ്റി ഒന്ന് മുരിച്ചെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് വീണ്ടും ഒന്ന് തിരിച്ചിട്ട് നോക്കാം. അതിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. നമുക്കിത് ഒരു പാത്രത്തിലേക്ക് എന്നിട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള റെസിപ്പി റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയും കൂടി കേട്ടോ. അപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞതായി ഇതുപോലെ ഇങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്കിതിനങ്ങ് മാറ്റി കൊടുക്കാം. അപ്പം നമ്മൾ നല്ല ടേസ്റ്റി സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള റെസിപ്പി റെഡി ആയിട്ടുണ്ട് കേട്ടോ. രാവിലെയൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സിമ്പിളായിട്ട് റെസിപ്പി ആട്ടോ ഇത്. അരിപ്പൊടി മാത്രം മതിയല്ലോ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. കറി ഒന്നും ആവശ്യമില്ല. നമുക്ക് ലഞ്ച് ബോക്സിലൊക്കെ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടും കൂടി പറ്റുന്ന നല്ല സിമ്പിളായിട്ട് ഒരുപാട് എണ്ണയൊന്നും ഇല്ലാതെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന റെസിപ്പിയും കൂടി കേട്ടോ. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായി ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ ഷെയർ ചെയ്യാനൊന്നും മറക്കരുതേ.